ആരോഗ്യ സേവനത്തിനായി ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൌത്യം നിയോഗിച്ചിരിക്കുന്ന ഡോക്ടർമാർ നമ്മുടെ ആരോഗ്യ മേഖലയിലെ നിർണായക സാന്നിധ്യമാണ്. ചെമ്മരുതി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ NRHM ഡോക്ടർ ശിവപ്രസാദ്. ഒരു 150-നും 175-നും ഇടയ്ക്ക് OP ഡെയിലി വരുന്നുണ്ട്. ശരിക്കും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് ഇപ്പോൾ ഇവിടെ വളരെ കൂടുതലായിട്ട് കിട്ടുന്നത്. ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ബ്രോങ്കിയൽ ആസ്മ, അങ്ങനെയുള്ള കുറെ പകർച്ചവ്യാധികളല്ലാത്ത, ഒരുപക്ഷെ ഇവരുടെ ഫീൽഡ് പ്രവർത്തനം കൊണ്ടാകാം പകർച്ചവ്യാധികളുടെ എണ്ണം താരതമ്യേന കുറവാണ്. ഒരുപക്ഷെ ഈ ദേശീയ ഗ്രാമീണാരോഗ്യ ദൌത്യത്തിന്റെ ഒരു വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ കൊണ്ട് ഞാൻ ഫീൽഡ് ഇമ്മ്യൂണൈസേഷനൊക്കെ എല്ലാ ചൊവ്വാഴ്ചയും ഞങ്ങൾ സബ് സെന്റർ ഇമ്മ്യൂണൈസേഷൻ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ വളരെ ഇഫക്റ്റീവായിട്ട് ഉണ്ടായിരുന്നു. അത് ആശാപ്രവർത്തകരുടെ ഒരു വളരെ കഴിവുറ്റ ഒരു പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഫീൽഡിൽ അവർ വളരെ നന്നായിട്ട് കൊതുക് ഡ്രൈ ഡേ ആചരിക്കുന്നതിനുള്ള കാര്യങ്ങളും മെസ്സേജുകളും എല്ലാ നിർദ്ദേശങ്ങളും അവരെല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. കോളനികളിൽ പോലും ശരിക്കും ഇന്ന് മുറ്റത്തൊന്നും പൊട്ടിയ ചട്ടിയും കലവും ഒന്നും കിടക്കുന്നില്ല. വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു അന്തരീക്ഷം ഇല്ലെന്ന് തന്നെ പറയാം. അത് ഒരു പക്ഷേ വളരെ ഫലപ്രദമായ ബോധവൽക്കരണത്തിന്റെ വിജയം തന്നെയാണ് എന്ന് പറയുന്നതിലും എനിക്ക് സന്തോഷമുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ക്ലിനിക്കൽ ലാബറട്ടറി നാട്ടുകാർക്ക് വലിയൊരു അനുഗ്രഹമാണ്. തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമേകുന്ന ചെമ്മരുതി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെക്കുറിച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ. എന്റെ പേര് അജയകുമാർ. ഞാൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് ഈ ആശുപത്രിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 6 വർഷത്തോളമാണ്. ഈ PHCയിൽ ഞാനിവിടെ വരുമ്പോൾ ഗവൺമെന്റിന്റെ മോഡേണൈസിംഗ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തി ആധുനികവൽക്കരണം നടക്കുന്ന ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായിട്ട് ഇതിനെ തിരഞ്ഞെടുത്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോ ഇവിടെ ഈ വൃത്തിയും വെടുപ്പുമുള്ള കെട്ടിടവും കമ്പ്യൂട്ടർ വൽക്കരണം നടത്തിയ ഓഫീസ് റൂം, അതുപോലെ തന്നെ മറ്റ് സൌകര്യങ്ങൾ, ഇവിടെ രോഗികൾ വന്നാൽ പ്രയോറിറ്റി അനുസരിച്ച് ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ പേര് ബാബു, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. PHCയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഹെൽത്ത് വർക്കർ എന്നുള്ള നിലയ്ക്ക് ഇവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർക്കും ഒപ്പം തന്നെ ഇവിടുത്തെ മെഡിക്കൽ ഓഫീസർക്കും നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് അവാർഡ് ലഭിക്കുകയുണ്ടായി. ഹെൽത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പരിസര ശുചീകരണമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ എല്ലാ ഹെൽത്ത് സ്റ്റാഫും ഒപ്പം തന്നെ ഇവിടുത്തെ മറ്റ് ജീവനക്കാരും ഒക്കെ തന്നെ നമ്മുടെ പരിസരം ശുചീകരിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ ആശാപ്രവർത്തകരുടെ മുഖ്യമായിട്ടുള്ള പങ്കുകൊണ്ട് നമ്മുടെ ഈ പഞ്ചായത്തില് ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസും പൊട്ടിപ്പുറപ്പെടാതിരിക്കുകയും രോഗികൾക്കും അതുപോലെ തന്നെ ജീവനക്കാർക്കും ഒക്കെ വളരെ സന്തോഷത്തോടുകൂടി വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഹെൽത്ത് സെന്റർ ആണ് ഇതെന്നുള്ളത് സന്തോഷമുണ്ട്. ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ ജീവനക്കാരുടെ സർഗവാസനകളെയും തട്ടി ഉണർത്താറുണ്ട്. അങ്ങനെ ജനിച്ച ഒരു കവിതാ ശകലം കേൾക്കാം. ഇനി വരുന്നൊരു തലമുറയ്ക്കായി പുകവലിക്കെതിരെ നീങ്ങിടാം, പ്രതിജ്ഞയോടെ നമുക്കു നീങ്ങാം, ഒത്തുചേരുക കൂട്ടരെ. ലഹരി നേടാൻ പാൻപരാഗ്, പാൻ മസാല ശംഭുവും, ചുരുട്ടുബീഡി പുകയിലക്കറ, പുകക്കുഴലായി സിഗരറ്റും. ലഹരി നേടാൻ പാൻപരാഗ്, പാൻ മസാല ശംഭുവും, ചുരുട്ടുബീഡി പുകയിലക്കറ, പുകക്കുഴലായി സിഗരറ്റും. മൂക്കിലേറ്റും പുകയിലപ്പൊടി, ദാഹനീരായി മദ്യവും, മയക്കുമരുന്നിനു നാവു നീട്ടി വെച്ചു നീങ്ങും നിലവിളി. വീട്ടിനുള്ളിൽ പുകയില ശീലമാക്കി മാറ്റിയോരെ അമ്മ, മക്കൾ, കുഞ്ഞു പെങ്ങൾ, നിഷ്കളങ്ക ഹൃദയങ്ങൾ. നഴ്സിംഗ് അസിസ്റ്റന്റായ പ്രസാദ്. 8 മണി തൊട്ട് ഇവിടെ എന്റെ സേവനങ്ങൾ പബ്ലിക്കിന് കിട്ടുന്നു. പിന്നെ നമ്മുടെ പഞ്ചായത്തില് കൂടുതലും പാറമടയും ഉള്ള ജീവനക്കാരാണ് വർക്ക് ചെയ്യുന്നത്. ഞാനും ജോലി കിട്ടുന്നതിന് മുമ്പ് ഒരു പാറ പണിക്കാരനായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള ആത്മാർത്ഥതകൾ പബ്ലിക്കിനോട് എനിക്കും തന്നെ ഉണ്ട്. ഇവിടെ വരുന്ന രോഗികളോടുള്ള സമീപനം കൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ എനിക്ക് ഈ പേരൊക്കെ ഉള്ളത്. പബ്ലിക്കിൽ നിന്ന് നല്ല ബഹുമതിയും പത്രത്തിലും മാധ്യമക്കാരും എല്ലാം ഇതുപോലെ ഞാൻ ഒരു ലീവ് എടുക്കാതെ വർക്ക് ചെയ്യുന്നെന്നുള്ള ഈ പേരൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും വരുന്നു. 315 ഹാജര് എനിക്ക് ഉണ്ട്. പബ്ലിക്കിനും എന്നോട് ഭയങ്കര സ്നേഹവും കാര്യത്തോട് തന്നെ പ്രവർത്തിക്കുന്നത് ഞാനും അങ്ങനെ തന്നെയാണ്. ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ
ഏതാനും നഴ്സുമാരുടെ വാക്കുകളിലൂടെ. പൊതുവെ നല്ലൊരു PHC ആണ്. മെഡിസിൻ ഇഷ്ടം പോലെ ഉണ്ട്, ഇഞ്ചക്ഷൻസ് ആയാലും ഉണ്ട്, ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു PHC. കൂടുതലായിട്ട് വാർഡ് ഹെൽത്ത് ന്യൂട്രീഷൻ ഡേ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓരോ വാർഡിലും ഒരു മാസത്തിലൊരു ന്യൂട്രീഷൻ ഡേ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. BP നോക്കുന്നു. ഇമ്മ്യൂണൈസേഷൻ ഒരു മാസത്തിൽ എല്ലാ സബ് സെന്ററിന്റെയും കീഴിൽ വെക്കുന്നുണ്ട്. ഈ PHC പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കൂടുതൽ മുന്നിൽ നിൽക്കുന്നെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതിന്റെ ഫലമായിട്ട് പകർച്ചവ്യാധികൾ വളരെ കുറവാണ്. കൃത്യമായിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അത് കൂടുതൽ ആൾക്കാർക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പരിശീലനത്തിനായി എത്തിയ നഴ്സിംഗ് വിദ്യാർത്ഥിനി ഇവിടെ വന്ന് ഇവിടുത്തെ ഹോസ്പിറ്റലിനെ കുറിച്ച് കൂടുതൽ അറിയാൻ സഹായിച്ചു. പിന്നെ പൊതുജനങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചും അവർ കൊടുക്കുന്ന സംരക്ഷണത്തെക്കുറിച്ചും പഠിക്കാൻ സഹായിച്ചു. പിന്നെ ഇവിടെ നിന്ന് മറ്റ് നമ്മൾ പഠിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ അറിവ് ഇവിടെ നിന്ന് ലഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രതിരോധത്തിനെ കുറിച്ചും പൊതുജനങ്ങൾക്കുള്ള പ്രതിരോധത്തെക്കുറിച്ചും കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും ഉള്ള പ്രതിരോധത്തെക്കുറിച്ചും ഒക്കെ കൂടുതൽ അറിയാൻ സഹായിച്ചു. സേവനനിരതമായ ഏതൊരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും ഗ്രാമീണ ജനതയുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് മുതൽക്കൂട്ടാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ വളർച്ചയെ അതുകൊണ്ട് തന്നെ ഓരോ ഗ്രാമീണനും പ്രതീക്ഷാ നിർഭരമായി ഉച്ചു